മഞ്ഞക്കടമ്പൽ ഇപ്പോൾ ഈ വികസനം എന്നുള്ളത് ഒരു വലിയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അതിന് മറുപടി നൽകേണ്ടതുണ്ട്. കഴിഞ്ഞ 9 വർഷം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച MLA എന്നുള്ള നിലയിൽ അതിനൊരു മറുപടി നൽകേണ്ടതുണ്ട് PV അൻവറിന് എന്നുള്ളത് വളരെ പ്രധാനമല്ലേ? അത് ഏത് തരത്തിലേക്ക് ബാധിക്കും? ദോഷകരമായി ബാധിക്കുമോ? ഇവിടെ വികസനം ചർച്ചയാവണം. കഴിഞ്ഞ 9 വർഷക്കാലം അദ്ദേഹം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ആ നിയോജക മണ്ഡലത്തിൻ്റെ മുക്കിലും മൂലയിലും ഓടി നടന്ന് അവിടുത്തെ ജനത്തിൻ്റെ എല്ലാ വിഷയങ്ങളും ഏറ്റെടുക്കുകയും അത് കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. സർക്കാരിൽ നിന്ന് ഫണ്ട് ലഭിച്ചില്ലെങ്കിൽ സ്വന്തം പോക്കറ്റിലെ പണമെടുത്ത് പല വികസന പ്രവർത്തനങ്ങൾക്ക് പോലും നേതൃത്വം കൊടുത്തയാളാണ് ശ്രീ PV അൻവർ. ഒരു വികസന നായകനാണ് അദ്ദേഹം. കഴിഞ്ഞ 9 വർഷക്കാലം MLA ആയിരുന്ന കാലഘട്ടത്തിൽ നിരവധി ആയ വികസനം, പ്രത്യേകിച്ച് റോഡ് വികസനമൊക്കെ ഗതാഗതമൊക്കെ ഒരുപാട് മെച്ചപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുമുണ്ട്. അവിടെ പ്രധാനമായ വിഷയം അവിടെ എന്താ? വന്യമൃഗ ആക്രമണം തടയാൻ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഗവൺമെൻറ് ഇറങ്ങിയിട്ടില്ല. ജനപ്രതിനിധി നിരന്തരമായി ആവശ്യമുന്നയിച്ചു. ആ ആവശ്യമുന്നയിച്ചിട്ടും ക്രിയാത്മകമായി ഇടപെടാൻ സംസ്ഥാന ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. വന്യമൃഗ ആക്രമണം ഉണ്ടാകുമ്പോൾ MLAക്ക് അവിടെ പോയി തോക്കെടുത്ത് വന്യമൃഗത്തെ വെടിവെച്ച് ഓടിക്കാൻ അധികാരമില്ലല്ലോ. അതിന് വേണ്ട അല്ല, നിലവിലുള്ള വെടിവെന്ന് വെച്ചു എന്നല്ലേ പറഞ്ഞത്? അല്ല, അവിടെ ഇടപെടേണ്ടത് ആരാണ്? അങ്ങനെ ഒരു ആവശ്യം ഇപ്പോൾ ഉന്നയിച്ചിട്ടുണ്ടല്ലോ. കേന്ദ്ര ഗവൺമെന്റ് ഇടപെടണം. അത് MLA ഇടപെട്ടു. പരിഹാരം ഗവൺമെന്റ് അത് ചെവിക്കൊണ്ടില്ലാത്ത സാഹചര്യത്തിലാണ് അദ്ദേഹം വെളിയിലേക്ക് ഇറങ്ങിയത്. അതിനെതിരെ പ്രതിഷേധിക്കാനാണ് ഇറങ്ങിയത്. ഇറങ്ങിയപ്പോഴാണല്ലോ ഇപ്പോൾ ഇവിടെ യു ഡി എഫിന്റെ ചില നേതാക്കന്മാർക്ക് അദ്ദേഹത്തെ നാണം കെടുത്തി, അദ്ദേഹത്തെ അപമാനിച്ച്, അദ്ദേഹത്തെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ ചില ആളുകൾ നടത്തിയ ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് അദ്ദേഹം ഇവിടെ മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളൊരു കാര്യം പറയട്ടെ, ഇവിടെ UDF വാതിലടച്ചത് നന്നായി. PV അൻവറോട് നോമിനേഷൻ കൊടുത്തപ്പോൾ ഇന്നലെ എന്തായിരുന്നു? അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ രംഗത്തേക്ക് ഇറങ്ങി. പാവപ്പെട്ടവരായ ആളുകൾ ശ്രീ PV അൻവറിനെ ഏറ്റെടുത്തിരിക്കുകയാണ്. വരാൻ പോകുന്ന ദിവസങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൂടെ ശ്രീ PV അൻവർ ഒന്നാമതായി ഇവിടെ വിജയിച്ചു കയറും. അതെ, ഇപ്പോൾ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്ന് പറയുമ്പോൾ സജി മഞ്ഞക്കടമ്പിൽ എൻ്റെ ഒരു സംശയം, ഇപ്പോൾ പിണറായിസത്തിനെതിരെ എന്ന് പറയുന്നു, കൂടാതെ സതീശനിസം എന്ന് പറയുന്നു, അതിനൊക്കെയുള്ള എതിരെയുള്ള പോരാട്ടം എന്ന് പറയുന്നു, ഒപ്പം തന്നെ ആര്യാടൻ ഷൗക്കത്ത് നിന്ന് സ്ഥാനാർത്ഥിക്കെതിരെയും പറഞ്ഞുകൊണ്ട്, അപ്പോൾ ഇത് എന്തൊക്കെയാണ് വിഷയങ്ങൾ എന്നതിലൊരു ധാരണയുണ്ടോ? അല്ല, തീർച്ചയായിട്ടും പിണറായിസത്തിനെതിരെയാണ് ഒന്നാമത്തെ പോരാട്ടം. 2, അതിനെല്ലാം ഉപരി ഇവിടെ UDFന്റെ നേതൃത്വത്തിന്റെ അഹങ്കാരത്തിനെതിരെയുള്ളൊരു പോരാട്ടം കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്താണ് സംഭവിച്ചത്? ഞാൻ പറഞ്ഞല്ലോ, ശ്രീ PV അൻവറിനെ ഉൾക്കൊള്ളാൻ മറ്റ് നേതാക്കന്മാരെല്ലാം ആവശ്യപ്പെട്ടു. പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആവശ്യപ്പെട്ടിട്ട്, മുസ്ലിം ലീഗ് പോലും ആവശ്യപ്പെട്ടു, എല്ലാ ഘടകകക്ഷികളും ആവശ്യപ്പെട്ടിട്ടും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് PV അൻവർ തുടക്കത്തിൽ ഉന്നയിച്ച കുറേ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് മറ്റു ചില കാര്യങ്ങൾ പറയുകയാണ്. താൻ ഈ അങ്ങാടിയിൽ ടെലിവിഷൻ വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ വേണമെങ്കിൽ കാണിക്കുമെന്ന് പറയുന്നു. അവിടെ ഒരു ഭീഷണിയുടെ സ്വരമുണ്ട് എന്ന് നമുക്ക് തോന്നും. ആ തരത്തിലേക്കൊക്കെ ഒരു ഫോക്കസ് മാറിക്കൊണ്ട് PV അൻവർ മുന്നോട്ട് പോകുന്നത് അത് ഗുണം ചെയ്യുമോ? തീർച്ചയായും ഞാൻ പറയട്ടെ, എന്താ PV അൻവർ പറഞ്ഞത്? ഇവിടെ PV അൻവറുമായി ആലോചിച്ച് അദ്ദേഹത്തെ UDF മുന്നണിയിൽ എടുത്തുമില്ല. മുന്നണിയിലേക്ക് കയറാനൊരു കക്ഷി എന്നാൽ അദ്ദേഹം പറഞ്ഞു, ഈ ഷൗക്കത്ത് എന്ന സ്ഥാനാർത്ഥി അവിടെ വിജയ സാധ്യത ഇല്ലാത്തയാളാണ്, അദ്ദേഹത്തെ മാറ്റി മറ്റൊരാളെ വെക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. പറ്റത്തില്ല. അപ്പോൾ PV അൻവർ സ്ഥാനാർത്ഥി അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ PV അൻവറിനെ കുറ്റപ്പെടുത്തി. അപ്പോൾ PV അൻവർ എന്താ പറഞ്ഞത്? ഷൗക്കത്ത് മത്സരിച്ചാൽ ഇവിടെ പിണറായിസത്തെ പരാജയപ്പെടുത്താനാവില്ല. ആ ഷൗക്കത്ത് ഇവിടെ പരാജയപ്പെടും. ഷൗക്കത്തിനെ നിലമ്പൂരിലെ ജനങ്ങൾ അംഗീകരിക്കില്ല എന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് ശ്രീ PV അൻവർ ഇന്ന് മത്സര രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. നിങ്ങൾ ആരും സംശയിക്കേണ്ട. ആരൊക്കെ നമ്മൾ 23-ാം തീയതി വോട്ടെണ്ണുമ്പോൾ ശ്രീ PV അൻവർ നിലമ്പൂരിൻ്റെ MLA ആയി മാറും. അതിന് ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഇന്ന് സാമൂഹിക അല്ലെങ്കിൽ സാംസ്കാരിക സംഘടനകളൊക്കെ ഇന്ന് രംഗത്ത് വന്നിരിക്കുന്നു. നിരവധി സംഘടനകൾ അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയുടെ കാര്യം പറയേണ്ടതില്ല. ശബരിമല സീസണിൽ ഒരു സംശയമുള്ളത് ഇപ്പോൾ താങ്കൾ പറയുന്നത് വിജയിച്ചു വരുമെന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ LDF UDF മുന്നണികൾ തമ്മിലുള്ള പോരാട്ടമാണ് എന്ന് പറയുന്നത്. M സ്വരാജ് അവിടെ വിജയിച്ചു വരികയാണെങ്കിൽ ഈ പിണറായിസം എന്ന് പറയുന്ന അതിനെതിരെ പോരാട്ടം അതവിടെ പരാജയപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന് ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുന്നു എന്നിരിക്കട്ടെ. അങ്ങനെ ഒരു സംഭവം വന്നാൽ എന്താണ്? അദ്ദേഹത്തിന് ഒരു താല്പര്യവുമില്ലാത്ത ഒരു വ്യക്തിക്ക് ഒരു സീറ്റ് നൽകുന്നതിന് വേണ്ടി തൻ്റെ സീറ്റ് നൽകി, അതായത് അത് വിട്ടുകൊടുത്തു. അങ്ങനെയും പരാജയം. അപ്പോൾ ആ പരാജയങ്ങളൊക്കെ ഏറ്റുവാങ്ങാൻ കൂടി PV അൻവർ മാനസികമായി തയ്യാറായിരിക്കുമല്ലോ അല്ലേ, വേണ്ടി വന്നാൽ? അല്ല, തീർച്ചയായിട്ടും ആര്യാടൻ ഷൗക്കത്തോടെ വിജയിക്കുന്ന വിഷയമില്ല. ഇവിടെ ഞാൻ പറയട്ടെ, ഇവിടെ LDF-ഉം UDF-ഉം
അവർ 2-3 സ്ഥാനത്തിന് വേണ്ടിയുള്ള സ്വരാജ് വിജയിച്ചാൽ പിണറായി സത്തിനെതിരായ പോരാട്ടമാണ് പാളിപ്പോയി. വരും. അത് യാതൊരു തീർച്ചയായിട്ടും പിണറായി സത്തിനെതിരെ ശ്രീ പി വി അൻവറിന്റെ പോരാട്ടം വിജയിക്കും. പി വി അൻവർ വിജയിച്ചാൽ പിണറായി പരാജയപ്പെടും. അതോടൊപ്പം തന്നെ യു ഡി എഫിന്റെ അഹങ്കാരവും കൂടെ പരാജയപ്പെടും. യാതൊരു സംശയവുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ LDF എന്ന് ഇറങ്ങി വന്ന് UDF വിജയിപ്പിക്കാൻ ഇറങ്ങി വന്ന ആളിനെ അപമാനിച്ചു. ശ്രീ പി വി അൻവറിനെ ഇല്ലാതാക്കാനുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തെ അപമാനിച്ചതിനുള്ള തിരിച്ചടി ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ LDF UDF നിലമ്പൂരിലെ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികൾ നൽകുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതാണ് ശുഭാപ്തി വിശ്വാസം.